മുട്ടത്തോരൻ ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ്. വെളിച്ചെണ്ണ വെച്ച് ചൂടായിട്ട് ഇത് വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മുട്ടത്തോരനിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സബോള വേണം ആയിക്കിട്ട് 4 പച്ചമുളക് ഞാൻ കീറിയിട്ടുണ്ട്. അത് കീറിയിട്ടുണ്ട്. അത് വലിയ എരിവില്ല. അപ്പോൾ അത് വരുന്നതായിട്ട് പിന്നെ കുറച്ച് വേപ്പില, പച്ചമുളകും വെളുത്തുള്ളി ഒക്കെ ചേർത്തുണ്ട്. അതിൻ്റെ പച്ചമുളക് വരെ ഇളക്കി കൊടുക്കാം. എനിക്ക് ഒരു റേറ്റും കുറവാണ്. കുറച്ച് കാശ്മീരി മുളക് ഇട്ടിട്ടുണ്ട്. കാൽ ടീസ്പൂണ് കുരുമുളക് കൂടിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഇത് നന്നായി അതിൻ്റെ പച്ചമുളക് പൊടി വന്നത്. അപ്പോൾ എനിക്ക് ഒരു പിടി ക്യാരറ്റ് ഇടാം. ഒരു പിടി ക്യാരറ്റ് ഇട്ട് നമുക്കിത് മൂടിയിട്ടൊന്ന് ഇതാക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 2 തക്കാളി ഇട്ടുണ്ട്. ഇതൊക്കെ കൂടി നമുക്ക് മൂടിയിട്ട് വേവിക്കാം. മൂടി കിടന്ന് വേവട്ടെ. പാത്രം തുറന്നു ഒരുവിധ നന്നായി വഴന്ന് വന്നത് കറക്റ്റൊക്കെ രൂപമായിട്ട്. അപ്പം നമുക്ക് ഇടിക്കുന്നു കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. ലേശം ചെറിയ പിടി നാളികേരം. ഇതിലൊരു പിടി നാളികേരം ഞാൻ ചോദിക്കുന്നുണ്ട്. അതിട്ട് ഇളക്കാം. ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ നീക്കി വെച്ചിട്ട് മുട്ട ഞാൻ 4 താറാമുട്ട കലക്കി വെച്ചാണ് അത് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ കാണിച്ച് ചുറ്റി പൊരിച്ചതിൻ്റെ എല്ലാം ബാക്കിട്ടാക്കാം. ഇതിനുള്ള ഗുണം എന്താ വെച്ചത്, ഞാൻ മുട്ട ചേർത്തത് എൻ്റെ ഒപ്പം തന്നെ കുട്ടികൾ കഴിക്കാനായിട്ട് അവർക്ക് ക്യാരറ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്. അതൊക്കെ എല്ലാം നമ്മളിങ്ങനെ ഓരോന്നിലാക്കിയിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഒരു വളർച്ചയ്ക്കും കാൽസ്യമൊക്കെ വളരെ അത്യാവശ്യമല്ലേ. ഇതിലൊക്കെ നന്നായി തക്കാളിയിലൊക്കെ ഉണ്ട്. അത് വെറുതെ അങ്ങനെ കഴിക്കും. സാമ്പാറിലിട്ട് സാമ്പാറിലൊക്കെ ഇട്ട് കഴിക്കുന്ന കുട്ടികൾ അങ്ങനെ പോലും കഴിക്കില്ല. അപ്പം ഈ മുട്ടയുടെ കൂടി വരുമ്പോൾ അവരെല്ലാവരും ഇത് അങ്ങനെ കഴിച്ചു. പിന്നെ ക്യാരറ്റ് ഉണ്ട്, തക്കാളി ഉണ്ട്, മുട്ടയുണ്ട്. കുറേ മുളകൊന്നും ഇടരുത് കേട്ടോ. കുത്തി പൊരിച്ചത് കൂടെ എടുക്കാം. എല്ലാവർക്കും ചെറിയവർക്കൊക്കെ ഒഴിക്കാം. നല്ല ടേസ്റ്റാണ്.
അപ്പോൾ നല്ല ടേസ്റ്റിയായ കുത്തിപ്പൊരിയാണ്. നമ്മൾ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.